എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇച്ചിരി ചെറിയ ജലദോഷം കൊണ്ടാണ് ഫേസിൽ വരാത്തത്. അപ്പോൾ ഇന്ന് ചെറിയൊരു കുക്കിംഗ്, അതായത് നമ്മുടെ ബാച്ചിലേഴ്സൊക്കെ ചെയ്യുന്ന ചെറിയൊരു കുക്കിംഗ് വീഡിയോ. അപ്പോൾ ബീഫും ചീരത്തോരനും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിച്ച് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. എല്ലാവരും കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക, ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആരും മറക്കല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരോടും. അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. അപ്പം വരൂ. ചട്ടി ചൂടായിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം ഇഞ്ചി ചതച്ച് വെച്ച് ഇടുകയാണ്. ഇഞ്ചി ഇട്ട ശേഷം വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇടുകയാണ്. വെളുത്തുള്ളി ഇട്ട ശേഷം പച്ചമുളക് രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട്. അപ്പം പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട ശേഷം അതിനെ രണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കണേ. എണ്ണയിൽ കിടന്ന് അവനങ്ങോട്ട് ഇതാവട്ടെ. അപ്പോൾ ഇളക്കിയ ശേഷം അതിലേക്ക് കറുവപ്പട്ടയും ഈ ഇലയുണ്ടല്ലോ, ഈ ഇലയും കൂടെ ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുത്ത ശേഷം അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി മറിച്ച ശേഷം വീണ്ടും അതിലേക്ക് നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുണ്ടല്ലോ, അപ്പം ഞാൻ എല്ലാം ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കേണ്ടതാണ്. തേങ്ങാക്കൊത്തെന്ന് പറയുമ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ ബീഫിനകത്തെ തേങ്ങാക്കൊത്ത് മാത്രം എടുത്ത് തിന്നാൻ. അതൊരു പ്രത്യേക രുചിയാണ്. ബീഫിനെക്കാട്ടിലും ആ തേങ്ങാക്കൊത്തിട്ട് ഒരു പ്രത്യേക രുചിയാണ്. അവനെ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിയ ശേഷം ഇവ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുന്നിടം വരെ ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തത് സവാള ഉള്ളിയുടെ അനിയൻ, ചെറിയ ഉള്ളി, കൊച്ചുള്ളി നമ്മൾ അങ്ങോട്ട് വാരിയിടുകയാണ്. കൊച്ചുള്ളി എല്ലാം വൃത്തിയാക്കി നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പം ഇവനെ നമ്മൾ അതിലേക്ക് പകർത്തുകയാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. ഞാൻ മാത്രമാണ് ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടുള്ള ആ ഒരു മിസ്റ്റേക്കാണ്, ക്ഷമിക്കുക. അപ്പം കൊച്ചുള്ളി അങ്ങോട്ട് ഇട്ടിട്ട് ഇവനെയും അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കേണ്ടതാണ്. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച ശേഷം ഏകദേശം ഉള്ളി ഒരു പരുവമായി വരുമ്പം ഇതുപോലൊക്കെ ഏകദേശമായി വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ട്. അപ്പം തക്കാളി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ തക്കാളി ആഡ് ചെയ്യുക. ഞാനെപ്പോഴും തക്കാളി മിക്സിയിലിട്ട് അരച്ചാണ് ചെയ്യാറ്. പക്ഷേ നമുക്കിവിടെ മിക്സി ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ട് അപ്പം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഒരു പരുവമായി വരുന്നിടം വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ ഇളക്ക് മസ്റ്റാണ്. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇളക്കി കൊടുത്ത് തക്കാളി ഏകദേശം ഒരു പരുവമായി ഒരു ഇതായിട്ട് വന്ന ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അങ്ങനെയുള്ള എല്ലാ പൊടികളും, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു പരുവമായിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഞാൻ നല്ലോണം നല്ല രീതിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നല്ലോണം വെന്തിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ തട്ടിയിട്ട് ഇവനെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഈ മുളക് പൊടി, ഈ മസാല, ഇതെല്ലാം കൂടി ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടി ഇവനെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി വെക്കണേ. വെച്ച ശേഷം ഏകദേശം ഈ ഒരു പരുവം നമുക്ക് വരുമ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കണം. കാരണം ഇതിനകത്ത് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ പലരും പല രീതിയിലാണ്. ഞാൻ ഈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. ഇവനെ നല്ല രീതിയിലൊന്ന് അടച്ച് വെച്ചിട്ട് അവന് കുറച്ച് നേരം വേവട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി അപ്പോഴത്തേക്ക് തുടങ്ങുകയും ചെയ്യാം. അടുത്ത ചീരയാണ്. ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച്, വലിയ രീതിയിലൊന്നും അരിഞ്ഞില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അരിഞ്ഞ്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എല്ലാവരും തേങ്ങ എണ്ണയാണ് ഒഴിക്കുന്നത്. ഞാൻ സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നമുക്കിവിടെ സൺഫ്ലവർ ഓയിലാണ് കിട്ടിയത്. അപ്പോൾ അത് ഞാൻ ഒഴിക്കുകയാണ്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ കടുക് ഇട്ടപ്പോൾ കൂടിപ്പോയാണ്. കടുക് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. കടുക് ഇടുക. കടുക് ഇട്ട ശേഷം 2 വെളുത്തുള്ളി അല്ലിയായിട്ട് എടുത്തിടാണ്. വെളുത്തുള്ളി ഇട്ട ശേഷം 2 പച്ചമുളക് അതിലേക്ക് ഇടേണ്ടതാണ്. ഇട്ട ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് ഇട്ടിട്ട് ഇവിടെയും നമ്മൾ ഇളക്കാൻ മറക്കരുത് കേട്ടോ. നല്ലോണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി വെക്കേണ്ടതാണ്. ഇളക്കാൻ മറക്കണ്ട കേട്ടോ.
അപ്പം ഇളക്കി വെക്കുക. ഇളക്കി അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ അതൊന്ന് ആവിയിലൊന്ന് വേവണം. അപ്പം നമ്മളിവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഉപ്പ്, ശക്കല ഉപ്പാവേ, ഒരുപാട് ഉപ്പാവരുത്, ശക്കല ഉപ്പിടുക. ഉപ്പ് ശക്കലം മഞ്ഞൾപ്പൊടി ഇടുക, ഒരുപാടാവരുത്. അതും രണ്ടും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്ക് മസ്റ്റാണേ, ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക, ഇവനൊന്ന് ഇതാവട്ടെ. അതിനുശേഷം നമ്മൾ ഈ തേങ്ങ ഞാൻ ഇടിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ആ തേങ്ങ അതിൻ്റെ മേളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം തേങ്ങയും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഈ ചീരത്തോരന് ഇച്ചിരി തേങ്ങ ചതച്ചിട്ട് കഴിഞ്ഞാൽ തിരുമ്മിയിടാം. ഞാനിപ്പം ഇവിടെ നമുക്കത് തിരുമ്മാനുള്ള സൗകര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ചതച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ചതച്ച് ഇടാം. അപ്പോൾ ചതച്ചിട്ട ശേഷം ഇവനെ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച്, ആ തേങ്ങ ഒന്ന് ഇതാവുന്നിടം വരെ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച്, ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് റെഡിയായിട്ട് വരട്ടെ കേട്ടോ. അപ്പം ബീഫ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മൂടി ഒന്ന് തുറക്കാൻ പോവുകയാണ്. ബീഫിൻ്റെ മൂടി തുറന്നു. എൻ്റെ അമ്മോ പൊന്നോ, നല്ല മണം. ഞാൻ ഉള്ളത് പറയുകയാണേ, നല്ല മണം എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം എനിക്ക് ചോറെടുത്ത് കഴിക്കാനാണ് തോന്നുന്നത്. അപ്പം ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവി കണ്ടല്ലേ, ഗ്രേവിയുടെയൊക്കെ ആ ഒരു തിക്നെസ്, ഗ്രേവിയൊക്കെ റെഡിയായി. എല്ലാം ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ബീഫ് റെഡിയായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ അടുത്ത കഴിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ തോരനിലേക്ക് പോകുമ്പോൾ തോരൻ ഓക്കെ ആയി, ഏകദേശം എല്ലാം റെഡിയായി ഇങ്ങനെ ഇരിക്കുന്നു. ബീഫും റെഡിയായി. അപ്പം ഇനി അടുത്ത കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ചോറൊക്കെ നേരത്തെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം പ്ലേറ്റ് എടുത്ത് ചോറെടുക്കുകയാണ്. ചോറെടുത്തിട്ട് ഞാൻ 2-3 തവി ചോറ്, കൂടുതലൊന്നും വേണ്ട, 2-3 തവിയേ ഉള്ളൂ, കൂടുതലൊന്നും കഴിക്കുന്നില്ല. പക്ഷേ ബീഫ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടംപോലെ കഴിക്കാൻ തോന്നുന്നു. പക്ഷേ ഞാൻ ചോറെടുത്ത് അതിലേക്ക് നമുക്ക് ഇച്ചിരി ബീഫ് ഒഴിക്കാം. അടുക്കള കണ്ടിട്ട് വേറെ ഒന്നും വിചാരിക്കില്ല, നമ്മുടെ ബാച്ചിലേഴ്സിൻ്റെ അടുക്കളയാണ്, ഒന്നും വിചാരിക്കണ്ട. പിന്നെ അതിലേക്ക് ബീഫ് എടുത്തൊഴിച്ച്, കുറച്ച് ബീഫ് ഒഴിച്ച്, ചാറ് ഒഴിച്ചിട്ട് അതിലേക്ക് ഇച്ചിരി ചീരത്തോരൻ ഒഴിച്ച്. അപ്പം ബൈ, ഞാൻ